നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സഹകരണ മേഖലയിൽ ആര് കുറ്റം ചെയ്താലും അത് കുറ്റമായി തന്നെ കണക്കാക്കുമെന്ന് EP ജയരാജൻ. സംശുദ്ധമായ സഹകരണ മേഖലയെ കേന്ദ്രം ശ്വാസം മുട്ടിക്കുകയാണെന്നും EP. അരുൺ കെ വിജയൻ ഇനി കണ്ണൂർ കലക്ടർ. കണ്ണൂർ നല്ല ജില്ലയാണെന്നും ഏകദേശം ജില്ലയെ അറിയാമെന്നും കലക്ടർ. ഒത്തുചേർന്ന് ടീം വർക്കായി മുന്നോട്ടു പോകുമെന്നും അരുൺ കെ വിജയൻ. ഗവൺമെന്റ് പോളിയിലെ SFIയുടെ ഏകാധിപത്യ നിലപാടുകളിൽ പ്രതിഷേധം ശക്തം. ABVP പ്രവർത്തകയെ പൂട്ടിയിട്ടതിൽ പ്രതിഷേധിച്ച് ജനകീയ മാർച്ച് നടത്തി. സംഘർഷം, നേതാക്കളുടെ അറസ്റ്റ്. വാർത്തകൾ വിശദമായി. ഇടതുപക്ഷത്തെ കേരളത്തിൽ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന് ഒരു കേന്ദ്ര ഏജൻസിയും കരുതേണ്ടെന്ന് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ. സംശുദ്ധമായ സഹകരണ മേഖലയെ കേന്ദ്രം ശ്വാസം മുട്ടിക്കുന്നു. ED ഇടപെടലിൽ പ്രതിഷേധിച്ച് DYFI കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതെങ്കിലും ഒരു സഹകരണ സ്ഥാപനം ക്രമക്കേട് കാണിച്ചാൽ അത് ആ സഹകരണ സ്ഥാപനത്തിന്റെ പ്രശ്നമാണ്. അതവിടെ പരിഹരിക്കണം. അത് അവിടെ വെച്ച് എല്ലാ സഹകരണ സംഘങ്ങളും പ്രശ്നമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നതാണ് ഗുരുതര തെറ്റെന്ന് EP ജയരാജൻ പറഞ്ഞു. ഈ സഹകരണ രംഗത്തിന്റെ മാന്യതയും സത്യസന്ധതയും കാത്തു സൂക്ഷിക്കണം. ഈ മാന്യതയും സത്യസന്ധതയ്ക്കും ഭംഗം വന്നാൽ അത് സഹകരണ മേഖലയെ ബാധിക്കും. അതുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ സഹകരണ മേഖല സംശുദ്ധമാകണം എന്നാഗ്രഹിക്കുന്നത്. സഹകരണ മേഖലയിൽ ഒരു തരത്തിലുള്ള അഴിമതിയും വെച്ചു പുലർത്താൻ പറ്റുന്നതല്ല. ആര് കുറ്റം ചെയ്താലും ആ കുറ്റം തന്നെയാണ്. ഒരു കുറ്റവാളിയെയും സഹകാരികൾ സംരക്ഷിക്കില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു സഹകരണ സംഘം ഗുരുതരമായ തെറ്റുകൾ ചെയ്തു, അത് ആ സംഘത്തിന്റെ പ്രശ്നമാണ്. അതവിടെ പരിഹരിക്കേണ്ടതാണ്. അത് വെച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ സഹകരണ സംഘങ്ങളും ഈ തരത്തിലാണെന്ന് വ്യാഖ്യാനിച്ച് പ്രചരണം നടത്തുന്നതാണ് ഏറ്റവും ഗുരുതരമായ തെറ്റ്. സഹകരണ മേഖലയിൽ ഒരു തരത്തിലുള്ള അഴിമതിയും വെച്ചുപൊറുപ്പിക്കാൻ പാടില്ല. സംഘത്തിന്റെ മാന്യതയും സത്യസന്ധതയും കാത്തു സൂക്ഷിക്കണം. ലക്ഷം കോടികളുടെ നിക്ഷേപമാണ് സഹകരണ മേഖലയിലുള്ളത്. വ്യാപാര, വ്യവസായ, കാർഷിക മേഖലയ്ക്കാണ് ഇതുകൊണ്ടുള്ള നേട്ടമുണ്ടാവുന്നത്. അതുകൊണ്ടാണ് സഹകരണ മേഖല സംശുദ്ധമാവണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ആഗ്രഹിക്കുന്നതെന്നും ജയരാജൻ പറഞ്ഞു. DYFI ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M സരിൻ ശശി പങ്കെടുത്തു. ഇരിക്കൂർ പടിയൂരിൽ ചെങ്കൽപ്പണയിൽ അപകടം. തൊഴിലാളിക്ക് ദാരുണാന്ത്യം. കല്യാട് പഞ്ചായത്തിലെ ഊരത്തൂൽ ചെങ്കൽപ്പണയിൽ ഉയരത്തിൽ നിന്നും വലിയ ചെങ്കൽ പാറ കഷ്ണം ഉതിർന്നു വീണ് ചെങ്കൽ മെഷീൻ ഡ്രൈവറാണ് മരിച്ചത്. കൊല്ലം ചാത്തന്നൂർ പൊളിച്ചിറയിലെ ചിറക്കര പാർവതി ഭവനിൽ വാസവന്റെ മകൻ V ഉദയകുമാറാണ് മരിച്ചത്. ഊരത്തൂർ ഗവൺമെന്റ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപത്തെ ചെങ്കൽപ്പണയിലാണ് അപകടമുണ്ടായത്. ഉച്ചയ്ക്ക് 12 മണിയോടെ ഭക്ഷണം കഴിച്ച് ചെങ്കൽ ക്വാറിയിലേക്ക് പണിക്കിറങ്ങിയപ്പോൾ പണിയുടെ മുകൾ ഭാഗത്തു നിന്ന് 20 അടി ഉയരത്തിൽ നിന്നും വലിയൊരു ചെങ്കൽ പാറ കഷ്ണം ഉദയകുമാർ നിൽക്കുന്ന ഭാഗത്തേക്ക് വീഴുകയായിരുന്നു. ഉദയകുമാറും ചെങ്കൽ മുറിക്കുന്ന മെഷീനും ഈ വലിയ പാറക്കിടയിൽ കുടുങ്ങുകയായിരുന്നു. നാട്ടുകാരും തൊഴിലാളികളും JCB ഉപയോഗിച്ച് പാറ കഷ്ണം മാറ്റി പുറത്തെടുത്ത് ഉദയകുമാറിനെ ഇരിക്കൂർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. ഇരിക്കൂർ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കും. ഭാര്യ K ലീന, മക്കൾ വർഷ, ഹർഷ എന്നിവരാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന ധർമ്മടം മണ്ഡലതല നവകേരള സദസ്സിന്റെ ചെമ്പിലോട് പഞ്ചായത്ത് തല സംഘാടക സമിതി രൂപീകരണ യോഗം ചെമ്പിലോട് പഞ്ചായത്ത് ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഒരു കൂട്ടർ ഇതിനെ മറ്റു തരത്തിൽ കണ്ടുകൊണ്ട് ഇതിനെ ബഹിഷ്കരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും നമ്മൾ ഈ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഏതെല്ലാം ഘട്ടത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടോ ആ ഘട്ടങ്ങളിലെല്ലാം കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്.
ചെമ്പിലോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷനായി. കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ സുജിത് കുമാർ പദ്ധതി വിശദീകരിച്ചു. കെ ബാബുരാജ്, ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി ബിജു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം സി സജീഷ്, ടി പ്രകാശൻ, കെ കെ പ്രകാശൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി പി എം ബിന്ദു സ്വാഗതവും പറഞ്ഞു. റോഡിൽ മാലിന്യം തള്ളിയതിന് 2000 രൂപ പിഴ. അഞ്ചരക്കണ്ടി കല്ലായി കനാൽ പരിസരത്ത് റോഡിൽ മാലിന്യം തള്ളിയതിന് മാസ് കാർ ആക്സസറീസ് ചാമ്പാട് അഞ്ചരക്കണ്ടി എന്ന സ്ഥാപനത്തിനാണ് വേങ്ങാട് പഞ്ചായത്ത് 2000 രൂപ പിഴ ചുമത്തിയത്. ജില്ലാ എൻഫോഴ്സ്മെന്റ് നടത്തിയ പരിശോധനയിലാണ് റോഡരികിൽ മാലിന്യം തള്ളിയതായി കണ്ടെത്തിയത്. കൂടുതൽ പരിശോധനയ്ക്കായി പഞ്ചായത്തിന് സ്ക്വാഡ് നിർദ്ദേശം നൽകുകയായിരുന്നു. ജില്ലാ എൻഫോഴ്സ്മെന്റ് നടത്തിയ റെയ്ഡിലായിരുന്നു മാലിന്യം തള്ളിയതായി കണ്ടെത്തിയത്. തുടർന്ന് പഞ്ചായത്ത് വിജിലൻസ് ടീം സ്ഥലം സന്ദർശിച്ച് തെളിവുകൾ ശേഖരിച്ച് മാലിന്യം നിക്ഷേപിച്ച സ്ഥാപന ഉടമയെ കണ്ടെത്തുകയായിരുന്നു. മാലിന്യം തരംതിരിക്കാതെ അലക്ഷ്യമായി കൂട്ടിയിട്ടതിന് മുഴക്കുന്ന് പഞ്ചായത്ത് ഹാജി റോഡിലെ ലോയൽ സൂപ്പർ മാർക്കറ്റിനും എൻഫോഴ്സ്മെന്റ് 2000 രൂപ പിഴ ചുമത്തി. ഇ പി സുധീഷിന്റെ നേതൃത്വത്തിലുള്ള എൻഫോഴ്സ്മെന്റ് ടീമിന്റെ കൂടെ വേങ്ങാട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു യു വി, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ജെറിൻ, ദീപു കെ വി എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഹകരണ മേഖലയിൽ ആര് കുറ്റം ചെയ്താലും അത് കുറ്റമായി തന്നെ കണക്കാക്കുമെന്ന് ഇ പി ജയരാജൻ. സംശുദ്ധമായ സഹകരണ മേഖലയെ കേന്ദ്രം ശ്വാസം മുട്ടിക്കുകയാണെന്നും ഇ പി. അരുൺ കെ വിജയൻ ഇനി കണ്ണൂർ കലക്ടർ. കണ്ണൂർ നല്ല ജില്ലയാണെന്നും ഏകദേശം ജില്ലയെ അറിയാമെന്നും കലക്ടർ. ഒത്തുചേർന്ന് ടീം വർക്കായി മുന്നോട്ടു പോകുമെന്നും അരുൺ കെ വിജയൻ. ഗവൺമെന്റ് പോളിയിലെ SFIയുടെ ഏകാധിപത്യ നിലപാടുകളിൽ പ്രതിഷേധം ശക്തം. ABVP പ്രവർത്തകയെ പൂട്ടിയിട്ടതിൽ പ്രതിഷേധിച്ച് ജനകീയ മാർച്ച് നടത്തി. സംഘർഷം, നേതാക്കളുടെ അറസ്റ്റ്. മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ. AVK നായർ റോഡ്, തലശ്ശേരി. MO റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. അരുൺ കെ വിജയൻ കണ്ണൂർ ജില്ലാ കളക്ടറായി ചുമതലയേറ്റു. 10 മണിയോടെ കളക്ടറുടെ ചേംബറിലെത്തിയായിരുന്നു ചുമതലയേറ്റത്. സ്ഥാനമൊഴിയുന്ന കളക്ടർ S ചന്ദ്രശേഖർ പുതിയ കളക്ടറെ ഹസ്തദാനം ചെയ്ത് സ്വീകരിച്ചു. ഏത് ജില്ലയ്ക്കും അതിൻ്റെതായ ചലഞ്ചുകളുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ പഠിച്ച് ടീം വർക്കായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് വിശ്വാസമെന്ന് അരുൺ കെ വിജയൻ പറഞ്ഞു.
കണ്ണൂർ നല്ല ജില്ലയാണെന്നും സബ് കളക്ടറായി താൻ ആദ്യം ചുമതലയേറ്റത് തൊട്ടടുത്ത പ്രദേശമായ കാഞ്ഞങ്ങാടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ കണ്ണൂരിനെ കുറിച്ച് ഏകദേശം അറിയാമെന്നും പുതുതായി ചുമതലയേറ്റ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ പറഞ്ഞു. വ്യാഴാഴ്ച 10 മണിയോടെയായിരുന്നു കളക്ടറുടെ ചേംബറിലെത്തി ചുമതലയേറ്റത്. ഏത് ജില്ലയ്ക്കും അതിന്റേതായ ചലഞ്ചുകളുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ പഠിച്ച് ടീം വർക്കായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് വിശ്വാസമെന്നും കളക്ടർ പറഞ്ഞു. കണ്ണൂരിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ ഓഫീസർമാരും, ചന്ദ്രശേഖരടക്കം എല്ലാ ഓഫീസർമാരും ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ചും സ്റ്റാഫിനെക്കുറിച്ചും ജനപ്രതിനിധികളെക്കുറിച്ചും എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അപ്പോൾ വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെയാണ് ചാർജ് എടുക്കുന്നത്. എല്ലാ ജില്ലകൾക്കും അതിൻ്റേതായ ചലഞ്ചുണ്ട്. കണ്ണൂരിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ടാവും. പക്ഷേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് വിശ്വാസം. പുതിയ പദ്ധതികളായിട്ടില്ല. ഇതിനു മുമ്പ് എൻ്റെ പ്രെഡിസസർ ചെയ്തിരുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും പുതിയ ഇഷ്യൂസ് വരുവാണെങ്കിൽ അത് പഠിച്ച് അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കും. വികസന പ്രവർത്തനങ്ങളിൽ സർക്കാർ ഊന്നൽ കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആയാലും സോഷ്യൽ ഡെവലപ്മെൻ്റ് ആയാലും ആ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ സമയബന്ധിതമായിട്ട് ഈ പ്രവർത്തനങ്ങൾ തീർക്കുക എന്നുള്ളതും, അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ട് ഇടപെട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ മാക്സിമം ശ്രദ്ധ ചെലുത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് പറയാൻ. സ്ഥാനമൊഴിയുന്ന കളക്ടർ എസ് ചന്ദ്രശേഖർ പുതിയ കളക്ടറെ ഹസ്തദാനം ചെയ്ത് സ്വീകരിച്ചു. സ്വന്തം നാടിനേക്കാൾ കണ്ണൂരിലെ ജനങ്ങളുമായി ഇടപെടാനും പ്രവർത്തിക്കാനും കഴിഞ്ഞതായും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും തനിക്ക് നല്ല സഹകരണമായിരുന്നു കിട്ടിയതെന്നും എസ് ചന്ദ്രശേഖർ IAS മാധ്യമങ്ങളോട് പറഞ്ഞു. 2 വർഷം എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഏകദേശം 4.5 വർഷം അസിസ്റ്റന്റ് കളക്ടറുടെ സമയം, സബ് കളക്ടറുടെ സമയം, കളക്ടറുടെ സമയം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കരിയറിൽ ഭൂരിഭാഗം സമയം കണ്ണൂരിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ സ്വന്തം നാട്ടിൽ ജോലി ചെയ്തതുപോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ സഹകരണം, എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും പിന്തുണയും ഏതൊരു ഇനിഷ്യേറ്റീവ് ആയാലും അത് ജനപ്രതിനിധികളുടെ ഭാഗമായിട്ടും നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു ടീമിൽ ആയാലും മൊത്തത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായാലും മൊത്തത്തിൽ തന്നെ ഒരു നല്ല ഒരു കൂട്ടായ പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുതിയ കളക്ടറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹം വളരെ മികച്ച ഒരു കളക്ടറായിട്ട് വരാൻ എല്ലാ ആശംസകളും നേരുന്നു. സബ് കളക്ടർ അനൂപ് ഗാർഗ്, ADM KK ദിവാകരൻ എന്നിവരും സംബന്ധിച്ചു. ഏത് ജില്ലയ്ക്കും അതിന്റേതായ ചലഞ്ചുകളുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ പഠിച്ചു ടീം വർക്കായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് വിശ്വാസം. സർക്കാരിന്റെ വികസന കാര്യങ്ങൾ ഉൾപ്പെടെ മുമ്പത്തെ കളക്ടർമാർ ചെയ്തതുപോലെ മുന്നോട്ട് പോകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെട്ടവരുടെ ഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് വേസ്റ്റ് മാനേജ്മെന്റ് കാര്യത്തിലും ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകുമെന്ന് കളക്ടർ അരുൺ കെ വിജയൻ പറഞ്ഞു. ദുബായ് കരാമയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ഒരു മലയാളി കൂടി മരിച്ചു. തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് നിട്ടൂർ വീട്ടിൽ നിതിൻ ദാസ് ആണ് മരിച്ചത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 2ആയി. മലപ്പുറം പറവണ്ണ സ്വദേശി യാക്കൂബ് അബ്ദുള്ളയുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു. ദുബായ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് നിതിൻ ദാസിന്റെ മരണം സ്ഥിരീകരിച്ചത്. സന്ദർശക വിസയിൽ ദുബായിലെത്തിയ നിതിന് കഴിഞ്ഞ ദിവസമാണ് ജോലി ലഭിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ 8 മലയാളികൾ ദുബായ് റാഷിദ് ആശുപത്രിയിലും NMC ആശുപത്രിയിലും ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇവരിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അപകടത്തിൽ കാണാതായവരെ കുറിച്ച് അന്വേഷണത്തിലാണ് യാക്കൂബ് അബ്ദുള്ളയുടെ മൃതദേഹം കണ്ടെത്തിയതെന്ന് സഹപ്രവർത്തകർ പറഞ്ഞു. മൃതദേഹം റാഷിദ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ വാച്ചാത്തിയിൽ 18 പെൺകുട്ടികളെ വനം, പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തതുൾപ്പെടെയുള്ള ഭരണകൂട കൊടും ക്രൂരതയ്ക്കെതിരായ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കർഷക സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റേഡിയം കോർണറിൽ ഉൾപ്പെടെ 18 ഏരിയ കേന്ദ്രങ്ങളിൽ വാച്ചാത്തി വിജയദിനം സംഘടിപ്പിക്കുമെന്ന് M പ്രകാശൻ മാസ്റ്റർ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്കാണ് വാച്ചാത്തി വിജയദിനത്തോടനുബന്ധിച്ചുള്ള കൂട്ടായ്മ സംഘടിപ്പിക്കുക. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ വിധിയുണ്ടായി. ആ വിധി ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം, ആ വിധി പ്രസ്താവിക്കുന്നതിന് അവിടുത്തെ ജഡ്ജി അദ്ദേഹം ഈ ഗ്രാമത്തിൽ പോയി, വാച്ചാത്തി ഗ്രാമത്തിൽ ചെന്ന് അവിടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം നേരിട്ട് മനസ്സിലാക്കുന്ന ഒരു നിലയുണ്ടായി. ആളുകളിൽ നിന്ന് അദ്ദേഹം തെളിവും ശേഖരിച്ചു. ഈ ആദിവാസികളൊന്നും ഫലപ്രദമായ നിലക്ക് തെളിവ് നൽകാനൊന്നും അത്ര പ്രാപ്തരല്ല എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ല. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന കേസിന് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ വിധിയുണ്ടായത്. ആ വിധി കഴിഞ്ഞ 30 കൊല്ലക്കാലമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട പോരാട്ടത്തിലാണ്. 92 കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം 31 വർഷമായി. ഈ വർഷങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ള ആദിവാസികളുടെ ഈ സമരത്തിന് ഉജ്ജ്വലമായ നിലക്കുള്ള ഒരു വിജയം ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒക്ടോബർ 21 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് വാച്ചാത്തി വിജയദിനത്തോടനുബന്ധിച്ച് സ്റ്റേഡിയം കോർണറിൽ സ്ത്രീ കർഷകരുടെ വിജയ കൂട്ടായ്മ സംഘടിപ്പിക്കും. 1992 ജൂൺ 20-നാണ് വാച്ചാത്തിയിലെ ആദിവാസി വിഭാഗത്തെ പോലീസ്, വനം, റവന്യൂ ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചത്. നീതിക്കായി കോടതിയിലും പുറത്തും 30 വർഷത്തിലേറെ തുടർച്ചയായി പോരാടിയത് CPM-ഉം തമിഴ്നാട് ട്രൈബൽ അസോസിയേഷനുമാണ്. വാർത്താസമ്മേളനത്തിൽ P. പ്രശാന്ത് പങ്കെടുത്തു.
അതിജീവന കൃഷിരീതികളുടെ മയ്യിൽ മാതൃക. പഠനത്തിലൂടെ നാഷണൽ സ്റ്റുഡൻസ് ക്ലൈമറ്റ് കോൺക്ലേവിൽ താരങ്ങളായി മയ്യിൽ IMNS-GHSS വിദ്യാർത്ഥികൾ. ഒക്ടോബർ 16, 17, 18 തീയതികളിലായി തിരുവനന്തപുരം കേരള സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയത്തിൽ വെച്ച് നടന്ന കുട്ടികളുടെ ദേശീയ കാലാവസ്ഥാ സമ്മേളനത്തിൽ മയ്യിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ EK നന്ദന, KD നിരഞ്ജന, പൂജ P നമ്പ്യാർ, നയൻ സാവേരി, KP വിഷ്ണുനാഥ് ദിവാകരൻ എന്നിവരാണ് പങ്കെടുത്തത്. ഒക്ടോബർ 16, 17, 18 തീയതികളിലായി തിരുവനന്തപുരം കേരള സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയത്തിൽ വെച്ച് നടന്ന കുട്ടികളുടെ ദേശീയ കാലാവസ്ഥാ സമ്മേളനത്തിൽ അംഗീകാരങ്ങളുടെ നിറവിലാണ് മയ്യിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. 14 ടീമുകൾ മത്സരിച്ച പോസ്റ്റർ പ്രസന്റേഷനിൽ വിദ്യാലയത്തിലെ EK നന്ദന, KC നിരഞ്ജന എന്നിവരും 91 ടീമുകൾ മാറ്റിവരച്ച പ്രൊജക്ട് അവതരണത്തിൽ പൂജ P നമ്പ്യാർ, നയൻ സാവേരി, KP വിഷ്ണുനാഥ് ദിവാകരൻ എന്നിവരുമാണ് പങ്കെടുത്തത്. രൂക്ഷമായ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുള്ള പ്രതിസന്ധികളെ മറികടക്കുന്നതോടൊപ്പം നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെ കൃഷി ചെയ്ത് ഭക്ഷ്യസുരക്ഷ കൈവരിക്കാമെന്ന സന്ദേശം പോസ്റ്ററിലൂടെയും പ്രൊജക്ടിലൂടെയും ഈ മിടുക്കന്മാർ വിശദീകരിക്കുന്നത്. ഈ പഠനത്തിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണം നമ്മുടെ മയ്യിൽ പഞ്ചായത്തിലെ കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഇടിവ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഇത്രത്തോളം മുന്നേറാൻ വേണ്ടിയിട്ട് മയ്യിലിനെ സഹായിക്കുന്ന അതിന്റെ ഫിസിയോഗ്രഫിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള സെറ്റിംഗ്സ് ഒക്കെ മനസ്സിലാക്കുക. അതോടൊപ്പം ഈ കാർഷികമായിട്ട് ഇടിവ് സംഭവിക്കുന്ന സമയത്ത് ഇതിന് ജീവനായിട്ട് കണക്കാക്കുന്ന എല്ലാ ഫാമേഴ്സിനും അത് എത്രത്തോളം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ എന്ന ടോപ്പിക്കിന്റെ നീഡും പ്രോസ്പെക്ടും മയ്യിൽ പഞ്ചായത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സ്കൂളുകളിൽ സ്ഥാപിക്കപ്പെട്ട വെതർ സ്റ്റേഷൻ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയതിലൂടെ കാലാവസ്ഥാ വ്യതിയാനം കാർഷിക രംഗത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ഗൌരവത്തോടെ നിരീക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടായതായി കുട്ടികൾ വ്യക്തമാക്കി. സെൻസറിംഗ് പോലുള്ള നിരവധിയായ പുതിയ സാങ്കേതിക കാർഷിക മേഖലകളിൽ പരീക്ഷിച്ചതും അത്യുൽപാദന ശേഷിയുള്ള നാടൻ ഹൈബ്രിഡ് വിത്തിനങ്ങൾ ഉപയോഗിച്ചും മയ്യിലിന്റെ കാർഷിക സംസ്കൃതി മാറ്റിമറിച്ച മയ്യിൽ മോഡൽ സമഗ്രമായി പഠന വിധേയമാക്കിയതോടൊപ്പം ചേറിലിറങ്ങി കൃഷി ചെയ്ത അനുഭവ സമ്പത്ത് പാഠമാക്കി കൂടിയാണ് NSS വോളണ്ടിയർമാരായ ഇവർക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെയും അതിജീവന കൃഷിരീതികളെയും കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ സാധിച്ചത്. 16, 17, 18 തീയതികളിലായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് നടന്നു വരുന്ന നാഷണൽ സ്റ്റുഡൻസ് ക്ലൈമറ്റ് കോൺക്ലേവിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ മാറുന്ന കാലാവസ്ഥയും അത് നമ്മുടെ ജീവിതത്തിൽ ഓരോ തുറകളിൽ വരുന്ന മാറ്റങ്ങളും. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ഒരു ശാസ്ത്ര സെമിനാറിൽ പങ്കെടുത്തത് വഴി നമുക്ക് സാധിച്ചു. മയ്യിൽ IMNS-GHSSലെ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നമ്മുടെ പ്രദേശമായിട്ടുള്ള മയ്യിലിനെ അധികരിച്ച് നമ്മൾ നടത്തിയിട്ടുള്ള പഠനമായിട്ടുള്ള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചറിന്റെ പ്രാധാന്യം ഇവിടെ ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്കാനും ഒരു അവസരം ലഭിച്ചത് എന്നുള്ളത് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ ഒരു പ്രോഗ്രാമിന് കണ്ണൂർ ജില്ലയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 2 ടീമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിലൊന്നാവാൻ സാധിച്ചതിൽ വളരെ അതിയായ സന്തോഷമുണ്ട്. ഈ ഒരു ടോപ്പിക്കായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയ സമയത്ത് എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പരിപാടിക്ക് തിരുവനന്തപുരം വരെ എത്താൻ സാധിച്ചത്. ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കാൻ കുട്ടികളെ സജ്ജരാക്കുന്നതിൽ വിദ്യാലയത്തിലെ മുഴുവൻ അധ്യാപകരുടെയും കൂട്ടായ പിന്തുണയും ഉണ്ടായതായി ടീച്ചർ ഗൈഡ് സജിത CK പറഞ്ഞു. നാഷണൽ സ്റ്റുഡൻസ് ക്ലൈമറ്റ് കോൺക്ലേവിന്റെ ഭാഗമായി മയ്യിൽ സ്കൂളിൽ നിന്നും 5 കുട്ടികളാണ് പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 വിഭാഗങ്ങളാണ്. ഒന്ന് പോസ്റ്റർ പ്രസന്റേഷനും മറ്റേത് പ്രോജക്റ്റ് പ്രസന്റേഷനുമാണ്. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ ഈ ഒരു സമയത്ത് കിട്ടുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പഠനം ആണ് ഇവിടെ അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾക്കും വളരെ അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു മുഹൂർത്തമായിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഹകരണ മേഖലയിൽ ആര് കുറ്റം ചെയ്താലും അത് കുറ്റമായി തന്നെ കണക്കാക്കുമെന്ന് EP ജയരാജൻ. സംശുദ്ധമായ സഹകരണ മേഖലയെ കേന്ദ്രം ശ്വാസം മുട്ടിക്കുകയാണെന്നും EP. അരുൺ K. വിജയൻ ഇനി കണ്ണൂർ കലക്ടർ. കണ്ണൂർ നല്ല ജില്ലയാണെന്നും ഏകദേശം ജില്ലയെ അറിയാമെന്നും കലക്ടർ. ഒത്തുചേർന്ന് ടീം വർക്കായി മുന്നോട്ടു പോകുമെന്നും അരുൺ K. വിജയൻ. ഗവൺമെന്റ് പോളിയിലെ SFIയുടെ ഏകാധിപത്യ നിലപാടുകളിൽ പ്രതിഷേധം ശക്തം. ABVP പ്രവർത്തകയെ പൂട്ടിയിട്ടതിൽ പ്രതിഷേധിച്ച് ജനകീയ മാർച്ച് നടത്തി. സംഘർഷം, നേതാക്കളുടെ അറസ്റ്റ്. മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫാലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്
സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകളിലേക്ക്. മൂന്നാറിലെ ഭൂപ്രശ്നങ്ങൾ ശാന്തമായി പരിഹരിക്കുമെന്ന് LDF കൺവീനർ EP ജയരാജൻ. കർഷകരുടെ ഉത്കണ്ഠയും ഭയവും പരിഹരിക്കും. സർക്കാർ നയം ജനങ്ങൾ പൊതുവെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. കർഷകരുടെ പക്ഷത്താണ് LDF എന്നും EP ജയരാജൻ പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MM മണി ഉന്നയിക്കുന്ന വിഷയങ്ങൾ പ്രശ്നപരിഹാര നിർദ്ദേശങ്ങളാണ്. കേരള നിയമസഭ പാസാക്കിയ നിയമം പൊതുവെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇത് ജന്മിമാരുടെയും നാടുവാഴികളുടെയും ദേവസ്വത്തിന്റെയും ഭൂമിയായിരുന്നില്ലേ? എങ്ങനെയാ അത് ഇന്നത്തെ ജനങ്ങളുടെ കൈവശമെത്തിയത്, കൃഷിക്കാരന്റെ കൈവശമെത്തിയത്? നിയമങ്ങൾ നിർമ്മിച്ചു. ആ നിയമം ജനങ്ങൾക്ക് വേണ്ട നിയമം. ആ നിയമത്തെയും അത്യാവശ്യം ചിലരൊക്കെ അന്നും എതിർത്തിരുന്നു. ഈ ഭൂപരിഷ്കരണ നിയമത്തിൽ തന്നെ വെള്ളം ചേർക്കാൻ നടന്നിരുന്നു. പക്ഷെ ജനങ്ങൾ ആഗ്രഹിച്ചത്, കേരളം ആഗ്രഹിച്ചത് ആ നിയമം നടപ്പിലാക്കണമെന്നാണ്. അതുപോലെ ഈ ഭൂപ്രശ്നം സംബന്ധിച്ചുള്ള പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഇടുക്കിയിൽ ശാന്തമായ അന്തരീക്ഷമായിരിക്കും. അവിടുത്തെ ജനങ്ങളാകെ ആ നിയമത്തെ സ്വാഗതം ചെയ്യും. ഒരു കൃഷിക്കാരനും വിഷമമുണ്ടാകില്ല, ഒരാൾക്കും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് MC ദത്തൻ മാധ്യമപ്രവർത്തകരോട് തെണ്ടാൻ പോയിക്കൂടെ എന്ന് പറഞ്ഞതിനോട് പ്രതികരിക്കാനില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. ഞാൻ ആ പരാമർശം കേട്ടിട്ടില്ല, അതുകൊണ്ട് പ്രതികരിക്കാനുമില്ല. അത്തരം പരാമർശം ശരിയാണോ എന്നൊക്കെ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണമെന്നും EP ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഗവൺമെന്റ് പോളിടെക്നിക്കിൽ ABVP പ്രവർത്തകയെ SFI പ്രവർത്തകർ മുറിയിൽ പൂട്ടിയിട്ട സംഭവം. ABVP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോളിടെക്നിക്കിലേക്ക് ജനകീയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. JTS സ്കൂൾ പരിസരത്ത് പോലീസ് മാർച്ച് തടഞ്ഞു. കഴിഞ്ഞ ദിവസം മെമ്പർഷിപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട് ABVP പ്രവർത്തകയായ ആരാധനയെ SFI പ്രവർത്തകർ ഇരുട്ടുമുറിയിൽ അടച്ചിട്ടതുമായി ബന്ധപ്പെട്ടാണ് ABVP പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. സംഘടനാ ശക്തി കൊണ്ട് SFI പ്രവർത്തകർ ABVP പ്രവർത്തകരെ അടിച്ചമർത്താൻ ശ്രമിക്കുകയായിരുന്നുവെന്നും എന്നാൽ 1925 മുതൽ കണ്ണൂർ ജില്ലയിൽ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ പോലും ഒട്ടും പതറാതെ നിന്ന സ്വയംസേവകരുടെ മണ്ണാണ് ഇത് എന്നും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഭിനവ് തൂണേരി പറഞ്ഞു. കത്തികളും വാളുകളും നിർമ്മിച്ചെടുക്കുന്ന ആയുധപ്രേരണാക്കി മാറ്റിക്കൊണ്ടാണ് ഇവിടെയുള്ള കണ്ണൂർ ഏരിയയിൽ SFI പ്രവർത്തിക്കുന്നത്. അതിനെതിരെ നിയമ നടപടിയെടുക്കാനൊന്നും ഇവിടെയുള്ള പോലീസുകാർക്ക് താല്പര്യമില്ല. നമ്മുടെ പ്രവർത്തകയ്ക്ക് നേരെ കൈയോക്കുന്ന സമയത്ത്, അവർ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവിടെ തിരിഞ്ഞു നിന്ന് ധൈര്യപൂർവ്വം ഈ ക്യാമ്പസിൽ, ഞാൻ പഠിക്കുന്ന ക്യാമ്പസുകളിൽ ABVPയുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ ആരാധന നമുക്കെല്ലാവർക്കും അഭിമാനമാണ്. പക്ഷേ നിങ്ങളൊന്ന് ഓർത്തു വെച്ചുകൊള്ളുക, ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. വരുന്ന 2 വർഷത്തിനുള്ളിൽ ആ ക്യാമ്പസിൽ SFI എന്ന് പറയുന്ന സംഘടനയെ ഞങ്ങൾ അവസാനിപ്പിക്കും.
കണ്ടതുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നതല്ല. ഇത് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിന്റെ പിൻബലത്തില്, ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ പുറത്ത് ഞങ്ങൾക്കുള്ള അനുകൂല അന്തരീക്ഷത്തിന്റെ പുറത്ത് ഞങ്ങൾ സംസാരിക്കുന്നതാണ്. ABVPയുടെ പ്രതിഷേധ പ്രകടനം SM കോളേജിൽ നിന്നും തോട്ടട ഗവൺമെന്റ് പോളിടെക്നിക്കിലേക്കാണ് നടന്നത്. മാർച്ച് JTSനടുത്ത് പോലീസ് തടഞ്ഞു. പിന്നീട് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. ശേഷം പോലീസ് എത്തി അഭിനവടക്കമുള്ള നേതാക്കളെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ആരോഗ്യവകുപ്പിന്റെയും ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന സ്കൂൾ ദന്താരോഗ്യ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ചിറക്കൽ കുളം മദ്രസ മദനിയ സ്കൂളിൽ നടന്നു. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ ആശുപത്രി ദന്താരോഗ്യ വിഭാഗമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആധുനിക ഭക്ഷണരീതി ദന്തവദന രോഗങ്ങൾ കൂട്ടാൻ കാരണമാകുന്നുണ്ടെന്ന് കടന്നപ്പള്ളി പറഞ്ഞു. ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കാൻ കഴിയും. മിക്ക ആളുകൾക്കും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കെല്ലാം തന്നെ ദന്തരോഗം ബാധിക്കും. അതിൽ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ഭക്ഷണ രീതി, വേണ്ടാത്ത കാര്യങ്ങൾ കഴിക്കുക, പല്ല് വേണ്ട സമയത്ത് ശുചീകരണം നടത്താതിരിക്കുക തുടങ്ങി നമ്മുടെ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങളൊക്കെ തന്നെ നിങ്ങൾ ചിക്കനും മട്ടനും കിട്ടുന്നത് കഴിക്കുന്നതല്ല. പക്ഷെ അത് കഴിക്കുമ്പോൾ അത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാത്ത നിലയിലില്ല. ക്യാമ്പിന്റെ ഭാഗമായി ദന്താരോഗ്യ ബോധവൽക്കരണവും മാജിക് ഷോയും സംഘടിപ്പിച്ചു. ജില്ലാ ഡെന്റൽ നോഡൽ ഓഫീസർ ഡോക്ടർ KA സുജാത അധ്യക്ഷയായി. ഡെന്റൽ സർജൻ ഡോക്ടർ സജിത് ജോർജ്, സീനിയർ ഡെന്റൽ ഹൈജീനിസ്റ്റ് അജയ്കുമാർ കരിവെള്ളൂർ, ഡോക്ടർ സിനിഷ, ഡോക്ടർ അഞ്ജലി KC, V നിമിഷ, സ്കൂൾ ഹെഡ് മിസ്റ്റർ സജിത KV, PTA പ്രസിഡന്റ് ഷുക്കൂർ ചാലിൽ, അഹസാബ് KM മുഹമ്മദ് ആസാദ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് സനീഷ് വടകരിയും സംഘവും അവതരിപ്പിച്ച ദന്താരോഗ്യ ബോധവൽക്കരണ മാജിക് ഷോയും അരങ്ങേറി. സ്കൂൾ കുട്ടികളിലും പൊതുസമൂഹത്തിലും വർദ്ധിച്ചു വരുന്ന ദന്തവദന രോഗങ്ങൾക്കെതിരെ ഫലപ്രദമായ ബോധവൽക്കരണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആരോഗ്യവകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യവും നാഷണൽ ഓറൽ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ ബോധവൽക്കരണ പരിപാടികൾ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ആശുപത്രി ദന്താരോഗ്യ വിഭാഗം മാജിക് ഷോ എന്നൊരു പുതിയ ആശയത്തിലൂടെയാണ് സ്കൂൾ കുട്ടികളെ ദന്താരോഗ്യത്തിൻ്റെ പ്രാധാന്യം എത്തിക്കുന്നത്. ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഏത് ഭാഷയൊന്നും ആവശ്യമില്ലാതെ തന്നെ കുട്ടികളുമായി സംവദിക്കാൻ മാജിക് ഷോക്ക് സാധിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികളിൽ തന്നെ ദന്ത രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ദന്താരോഗ്യത്തിൻ്റെ പ്രാധാന്യവും എത്തിക്കുവാൻ മാജിക് ഷോയിലൂടെ സാധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മുനീശ്വരൻ കോവിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി സംഗീത കച്ചേരി അരങ്ങേറി. 4ാം ദിനമായ ഇന്നലെ പൂർണിമ അരവിന്ദ് അവതരിപ്പിച്ച സംഗീത കച്ചേരി കാണികൾക്ക് ഹൃദ്യമായ അനുഭവമാണ് സമ്മാനിച്ചത്. మహిమలను తెలిసి చరణమణి నిన్ను మిగర కోరివ చిరిగరుగరీను మహిమల తెలిసి చరణమణి నిన్ను మిగర కోరివ చిరిగరుగనా. പ്രശസ്ത സീരിയൽ സംവിധായകൻ ആദിത്യൻ അന്തരിച്ചു. 47 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ തന്നെ മരണം സംഭവിച്ചു. സാന്ത്വനം, വാനമ്പാടി, ആകാശദൂത അടക്കമുള്ള ഹിറ്റ് സീരിയലുകളുടെ സംവിധായകനാണ്. കൊല്ലം അഞ്ചൽ സ്വദേശിയാണ് ആദിത്യൻ. ഏറെക്കാലമായി തിരുവനന്തപുരത്ത് പേയാടായിരുന്നു താമസം. ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഭാരത് ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം എവിടെ വെച്ചായിരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനം വരേണ്ടതുണ്ട്. തലസ്ഥാനത്തെ സിനിമ, സീരിയൽ പ്രവർത്തകർ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. പ്രേക്ഷകരുടെ പൾസ് നന്നായി അറിയാവുന്ന സംവിധായകനായിരുന്നു ആദിത്യൻ. അദ്ദേഹം ഒരുക്കിയ പരമ്പരകളൊക്കെയും എപ്പോഴും റേറ്റിംഗിലും മുന്നിലായിരുന്നു. നിരവധി ഹിറ്റ് സീരിയലുകളുണ്ട് ആദിത്യന്റെ ക്രെഡിറ്റിൽ. ചെയ്യാനിരിക്കുന്ന സിനിമയുടെ ആലോചനകളിലായിരുന്നു അദ്ദേഹം. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 25 രൂപ കൂടി. 1 ഗ്രാം സ്വർണം 5570, പവന് 44,560 രൂപ, വെള്ളി 78 രൂപ. കാലാവസ്ഥ.
കാലവർഷം രാജ്യത്ത് നിന്ന് പൂർണ്ണമായി പിന്മാറിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 72 മണിക്കൂറിനുള്ളിൽ തുലാവർഷം തെക്കേ ഇന്ത്യക്ക് മുകളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. തുടക്കം ദുർബലമായിരിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. തെക്ക് കിഴക്കൻ അറബിക്കടലിനും തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിനും മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് സഞ്ചരിച്ച് ശക്തി കൂടിയ ന്യൂനമർദ്ദമാവുകയും തുടർന്ന് ഒക്ടോബർ 21 വീണ്ടും ശക്തി പ്രാപിച്ച് തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിനും മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിനും മുകളിലായി തീവ്ര ന്യൂനമർദ്ദമായി മാറാനും സാധ്യതയുണ്ട്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ചക്രവാത ചുഴി ഒക്ടോബർ 21 മധ്യ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഒക്ടോബർ 23 മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി പ്രാപിച്ചേക്കും. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഹകരണ മേഖലയിൽ ആര് കുറ്റം ചെയ്താലും അത് കുറ്റമായി തന്നെ കണക്കാക്കുമെന്ന് EP ജയരാജൻ. സംശുദ്ധമായ സഹകരണ മേഖലയെ കേന്ദ്രം ശ്വാസം മുട്ടിക്കുകയാണെന്നും EP. അരുൺ കെ വിജയൻ ഇനി കണ്ണൂർ കലക്ടർ. കണ്ണൂർ നല്ല ജില്ലയാണെന്നും ഏകദേശം ജില്ലയെ അറിയാമെന്നും കലക്ടർ. ഒത്തുചേർന്ന് ടീം വർക്കായി മുന്നോട്ടു പോകുമെന്നും അരുൺ കെ വിജയൻ. ഗവൺമെന്റ് പോളിയിലെ SFIയുടെ ഏകാധിപത്യ നിലപാടുകളിൽ പ്രതിഷേധം ശക്തം. ABVP പ്രവർത്തകയെ പൂട്ടിയിട്ടതിൽ പ്രതിഷേധിച്ച് ജനകീയ മാർച്ച് നടത്തി. സംഘർഷം, നേതാക്കളുടെ അറസ്റ്റ്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.